guys, welcome back to my channel. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് കെ ബ്യൂട്ടിയുടെ ഫൗണ്ടേഷനെ പറ്റിയിട്ടാണ്. ഇതുവരെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല, പുതിയ ഫൗണ്ടേഷനാണ്. ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ട് 1 month ഒക്കെ ആയിട്ടുള്ളൂ. ഞാൻ ഇപ്പോഴാണ്, എനിക്ക് ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞപ്പോഴാണ് എൻ്റെ കയ്യിൽ കിട്ടിയത്. സോ ഇന്ന് കെ ബ്യൂട്ടി ഫൗണ്ടേഷൻ ഞാൻ ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്നതും എൻ്റെ അഭിപ്രായമാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോ മുഴുവൻ കാണണം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഞാൻ രമ്യ ഹരിശങ്കർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു ബെൽ ഐക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇതാണ് നമ്മുടെ ഫൗണ്ടേഷൻ, കെ ബ്യൂട്ടിയുടെ ഫൗണ്ടേഷൻ, ഹൈഡ്രേറ്റിംഗ് ഫൗണ്ടേഷൻ. സോ ഇങ്ങനെയാണ് ഔട്ടർ കവറേജ് ഇരിക്കുന്നത്, ഉള്ളിൽ എങ്ങനെയാണ് ഇരിക്കുന്നത്. ഞാൻ വാങ്ങിയ ഷെയ്ഡ് 155Y ടാൻ ആണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. പല ഷെയ്ഡ് റേഞ്ച് അവർക്ക് അവൈലബിൾ ആണ്. ഡാർക്കർ ഷെയ്ഡ്, ലൈറ്റർ ഷെയ്ഡ് എല്ലാം വരുന്നുണ്ട്. ഞാൻ മാക്കിൽ എൻ്റെ ഷെയ്ഡ് പറയുകയാണെങ്കിൽ NC42 ആണ് കേട്ടോ എൻ്റെ ഷെയ്ഡ്. സോ NC42 ഉള്ളവരാണെങ്കിൽ ഈ ഒരു ഷെയ്ഡ് കറക്റ്റ് ആയിരിക്കും. 155Y ടാൻ കറക്റ്റ് ആയിരിക്കും. പിന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, അവർക്ക് പല അണ്ടർടോൺസിലുള്ള ഫൗണ്ടേഷനും അവൈലബിൾ ആണ്. പിങ്ക് അണ്ടർടോൺ ഉണ്ട്, ന്യൂട്രൽ അണ്ടർടോൺ ഉണ്ട്, യെല്ലോ അണ്ടർടോൺ ഉണ്ട്. ഞാൻ യെല്ലോ അണ്ടർടോൺ ആണ്. യെല്ലോ അണ്ടർടോൺ ഉള്ളവരെങ്ങനെയാണ് തിരിച്ചറിയുന്നത് വെച്ചാൽ നമ്മുടെ റിസ്റ്റിൽ നോക്കിയാൽ മതി. ഞരമ്പിൻ്റെ കളറ് ഗ്രീൻ ആണെങ്കിൽ യെല്ലോ അണ്ടർടോൺ ആയിരിക്കും കേട്ടോ. സോ എൻ്റെ ഗ്രീൻ ആണ്, അതുകൊണ്ടാണ് ഞാൻ യെല്ലോ അണ്ടർടോൺ വാങ്ങിയത്. സോ നിങ്ങളുടെ അണ്ടർടോൺ നോക്കിയ ശേഷം ഫൗണ്ടേഷൻ തിരഞ്ഞെടുക്കുക. സോ ഞാൻ പറഞ്ഞ പോലെ NC42 ആൾക്കാരാണെങ്കിൽ 155 കറക്റ്റ് ആയിരിക്കും. ടാൻ എന്നാണ് ഈ ഷെയ്ഡിൻ്റെ പേര്. ഇനി ഇതിനെ പറ്റിയിട്ട്, നമ്മുടെ ഫൗണ്ടേഷനെ പറ്റിയിട്ട് പറയാം. ഇതേപോലെ ഫൗണ്ടേഷനൊക്കെ തിരഞ്ഞെടുത്തു, ഷെയ്ഡൊക്കെ തിരഞ്ഞെടുത്തു എങ്കിൽ ഇതാണ് നമ്മുടെ ഔട്ടർ കവറേജ് എങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇതിൻ്റെ റേറ്റ് 1200 റുപ്പീസാണ്. അവർ പറയുന്നത് ഇത് കെ ബ്യൂട്ടി ഹൈഡ്രേറ്റിംഗ് ഫൗണ്ടേഷൻ ആണ്. ഇതിൽ അവക്കാഡോ, മാംഗോ, ബട്ടർ എല്ലാം ഉണ്ട്. ഓക്കെ, നമുക്ക് ഏകദേശം ഇതിൽ 30 ഗ്രാം വരുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഔട്ടർ കവറേജിൽ. പിന്നെ അവരുടെ മാനുഫാക്ചറിങ് ഡേറ്റ്, ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് എല്ലാം ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, മേലെ തന്നെ അതിൻ്റെ കളറും കൊടുത്തിട്ടുണ്ട്. 155Y ടാൻ ആണോ എന്നുള്ളതും കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി ബോട്ടിലിൻ്റെ കാര്യം വരികയാണെങ്കിൽ ഇതേപോലെ ഒരു സ്ലീക്ക് ബോട്ടിലാണ്, നല്ല മെലിഞ്ഞ, നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന, ഇത്രയേ ഉള്ളൂ, കണ്ടോ, ഈ ഒരു പിടിയേ ഉള്ളൂ. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബോട്ടിൽ. മേലെ എനിക്ക് തോന്നുന്നു അടപ്പിൽ ചെറിയൊരു മാഗ്നറ്റ് ഉണ്ട്, കാരണം നല്ല ടൈറ്റായിട്ട് അടയുന്നുണ്ട്. പിന്നെ ഇത് ഗ്ലാസ് ബോട്ടിലാണ്, താഴെ വീണാൽ പൊട്ടിപ്പോവും, അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, പിന്നെ വേറൊരു പ്രത്യേകതയുള്ളത് ഇതിന് പമ്പാണ്, നമുക്ക് ഒഴിച്ചെടുക്കണ്ട. നമുക്ക് പമ്പ് ഈസി ആയിട്ട് പമ്പ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും. ഇനി ഫൗണ്ടേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതൊരു എന്താ പറയുക, ഇതൊരു ഷിയർ കവറേജ് ഫൗണ്ടേഷനാണ് കേട്ടോ. ഇത് ഒരു ലൈറ്റ് വെയ്റ്റ് ഫൗണ്ടേഷനാണ്, നല്ല ഹൈഡ്രേറ്റിംഗ് ഫൗണ്ടേഷനാണ്. സോ ഓയിലി സ്കിന്നുകാരാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു കോമ്പാക്ട് പൗഡർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ലൂസ് പൗഡർ വെച്ചിട്ടോ ഒന്ന് സെറ്റ് ചെയ്യേണ്ടി വരും, ഇല്ലെങ്കിൽ ഭയങ്കര ഓയിലി ആയിട്ട് വരും. നല്ലൊരു ഡ്രൈ സ്കിന്നുകാർക്കാണെങ്കിൽ നല്ലൊരു ഡ്യൂയി ഫിനിഷിലുള്ളൊരു ഫൗണ്ടേഷൻ കിട്ടും. ഞാൻ ഏകദേശം 2 കോട്ടാണ് ഇന്ന് മുഖത്ത് അപ്ലൈ ചെയ്തിരിക്കുന്നത്. പക്ഷെ അറിയുന്നേ ഇല്ല കേട്ടോ, ഹെവി ഫൗണ്ടേഷനേ അല്ല, മീൻസ് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ്, നമുക്ക് ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു ഫങ്ഷനൊക്കെ പോവുകയാണെങ്കിൽ, ഒരു മേക്കപ്പ് വെഡ്ഡിങ് ഫൗണ്ടേഷനായിട്ട് യൂസ് ചെയ്യാനാണെങ്കിൽ എനിക്ക് അത്ര സാറ്റിസ്ഫാക്ഷൻ ഇല്ല. പക്ഷേ ഒരു ഡെയിലി വെയർ ഫൗണ്ടേഷനായിട്ടും ഒക്കെ നല്ല പെർഫെക്റ്റ് ആണ്. ഒരു അഫോർഡബിൾ ആണോ ചോദിച്ചാൽ അല്ല, കാരണം 1200 റുപ്പീസ് ഉണ്ട്. പക്ഷേ ഫൗണ്ടേഷൻ കൊള്ളാം, നല്ല ഹൈഡ്രേറ്റിംഗ്, നല്ല ശരിക്കും അവർ പറയുന്ന മാതിരി തന്നെ ഹൈഡ്രേറ്റിംഗ് ഫൗണ്ടേഷനാണ്, എല്ലാ സ്കിന്നുകാർക്കും ചേരും. പാക്കേജിങ് ആയാലും ഒക്കെ വളരെ നല്ലതാണ്. സോ എങ്ങനെയാണ് ഞാൻ ഈ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഡെമോ നമുക്ക് കാണാം. സോ കണ്ട ശേഷം നമുക്ക് തിരിച്ചു വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം. ഇതാണ് ഫൗണ്ടേഷൻ, ഞാൻ ഓൾറെഡി എല്ലാം പറഞ്ഞിട്ടുണ്ട് ഡീറ്റെയിൽസ്. സോ നമുക്ക് കുറച്ചെടുത്തിട്ട് അപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഈ ഒരു വീഡിയോ ഞാൻ 2 ദിവസമായിട്ട് ഷൂട്ട് ചെയ്യാൻ നോക്കുകയാണ് കേട്ടോ. ഓരോ പ്രാവശ്യം ഷൂട്ട് ചെയ്യാൻ നോക്കുമ്പോഴും കറണ്ട് പോയി. ഒരു പ്രാവശ്യം പകുതി ഫൗണ്ടേഷൻ ബ്ലെൻഡ് ചെയ്ത ശേഷമാണ് കറണ്ട് പോയത്. പിന്നത്തെ പ്രാവശ്യം ഇതേപോലെ റെഡിയായിട്ട് വന്നിരുന്ന ഉടനെ കറണ്ട് പോയി. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് ഒരു 1.5 പമ്പ് എടുത്തിട്ടുണ്ട് ഇതിൽ കയ്യിൽ. അപ്പം ബ്രഷുണ്ട്, നമുക്കൊന്ന് എങ്ങനെയുണ്ട് എന്ന് നോക്കാം. ഓക്കെ, മുഖം ഓൾറെഡി ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രൈമർ ഞാൻ അപ്ലൈ ചെയ്യുന്നില്ല, പ്രൈമർ ഇല്ലാതെ നമുക്ക് എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പം ഒരു സൈഡ് ഞാൻ അപ്ലൈ ചെയ്യണം, കുറച്ച് എടുത്തിട്ട് ബ്രഷിൽ.
അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഇത് മാർക്സ് ഒന്നും കവറായിട്ടില്ല. മാർക്സൊക്കെ അങ്ങനെ തന്നെ ഉണ്ട് കവറിൽ. അപ്പോൾ ഇതൊരു ലൈറ്റ് കവറേജ് ഫൗണ്ടേഷനാണ്. നന്നായിട്ട് ബ്ലെൻഡ് ആവുന്നുണ്ട്. പിന്നെ ലൈറ്റ് വെയ്റ്റ് കേട്ടോ. ശരിക്കും നല്ല ഒരു ഡ്യൂയി ഫിനിഷ് തരുന്ന ഫൗണ്ടേഷൻ തന്നെയാണ് ഇവർ പറഞ്ഞ മാതിരി. ഓക്കെ, പ്രത്യേകിച്ച് ഡ്രൈ സ്കിന്നുകാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫൗണ്ടേഷനാണ്. ഓക്കെ, ഇപ്പം ഞാൻ ഒരു പമ്പോടെ അല്ലെങ്കിൽ ഒരു ഹാഫ് പമ്പ് എടുത്തിട്ട് ജസ്റ്റ് മാർക്സ് ഒന്ന് കവർ ആവുന്നുണ്ടോ എന്ന് നോക്കട്ടെ ഞാൻ. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും രണ്ടാമത്തെ കോട്ട് ഞാൻ കവറിൽ അപ്ലൈ ചെയ്തിട്ട് മാർക്ക് ഇപ്പോഴും നമുക്ക് കാണുന്നുണ്ട്, പിക് ത്രൂ ചെയ്യുന്നുണ്ട്. സോ ഇതൊരു ഫുൾ കവറേജ് ഫൗണ്ടേഷൻ ആണോ ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, ഒരു ഷെയർ കവറേജ് ഫൗണ്ടേഷനാണ്. പക്ഷെ ഒരു കാര്യം എന്തായാലും പറയണം, ഭയങ്കര വെയ്റ്റ്ലെസ് ഫൗണ്ടേഷൻ കേട്ടോ. ഒട്ടും ഫൗണ്ടേഷൻ ഭയങ്കര ഹെവി ആയിട്ട് നമുക്ക് മുഖത്തേക്ക് തോന്നുന്നില്ല. ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ഫോമുലയാണ് ഇത്. പിന്നെ ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ആണ്. മുഖം ഡ്രൈ ആവുന്നില്ല, എനിക്ക് തോന്നുന്നു പാച്ചി ആയിട്ടോ ഒന്നും ഇരിക്കുന്നില്ല. നന്നായിട്ട് ബ്ലെൻഡ് ആവുന്നുണ്ട്. നല്ലൊരു ഹൈഡ്രേറ്റിംഗ് ഫോമുലയാണ്. നിങ്ങൾക്ക് ഓയിലി സ്കിന്നുകാർക്കും ഇത് യൂസ് ചെയ്യാം. കാരണം കണ്ടോ, എൻ്റെ മുഖം നല്ല ഹെൽത്തി ആയിട്ടാണ് ഗ്ലോ ചെയ്യുന്നത്. നാച്ചുറൽ വിത്തിൻ ഗ്ലോ വരണ പോലെയാണ് ഉള്ളത്. അപ്പം ഡ്രൈ സ്കിന്നുകാർക്കും ഇതപ്പോൾ പെർഫെക്റ്റ് ആയിരിക്കും അവർക്കും. സോ എന്തായാലും നിങ്ങൾക്കത് ട്രൈ ചെയ്ത് നോക്കാനും അവർ പറയുന്ന മാതിരി തന്നെ ഇതൊരു ഹൈഡ്രേറ്റിംഗ് ഫൗണ്ടേഷനാണ്. ഫൈനലി നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്ത് കൂടെ എടുക്കാം. അപ്പം ഞാൻ ബ്യൂട്ടിയുടെ പൗഡർ എടുക്കുകയാണ്. ഇത് ഷെയ്ഡ് ഒലീവാണ് കേട്ടോ. ഒലീവാണ് ഇത് ഷെയ്ഡ്. ഭയങ്കര എനിക്ക് ഈ പൗഡർ ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ ലൂസ് പൗഡറാണ്. നന്നായിട്ട് നമ്മുടെ മുഖത്തേക്ക് നന്നായിട്ട് മെൽറ്റ് ആവും. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഈ ഒരു ഹൈഡ്രേറ്റിംഗ് ഫോമുല കുറച്ചുകൂടെ ഒന്ന് സെറ്റ് ആവാൻ സാധ്യതയുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. ഓക്കെ, ഇപ്പം ഞാൻ നമ്മുടെ ബ്യൂട്ടി പൗഡർ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുത്തു. ഇപ്പോൾ ആ ഒരു എന്താ പറയുക, ഒരു മിഴുക്ക് പോയിട്ടുണ്ട് കേട്ടോ. ഇപ്പം ചെറിയൊരു മാറ്റ് എഫക്റ്റിൽ വന്നിട്ടുണ്ട്. എന്നാലും ആ ഒരു ഹൈഡ്രേഷൻ നമ്മുടെ മുഖത്ത് തന്നെ ഉണ്ട്. ഇപ്പോഴും നല്ല വെയ്റ്റ്ലെസ് ആയിട്ടാണ് ഇരിക്കുന്നത്. നല്ലൊരു ഡെയിലി വെയർ ഫൗണ്ടേഷനാണ്. നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഫുൾ മേക്കപ്പ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് വന്ന ശേഷം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇത് സ്പോൺസർഡ് വീഡിയോ അല്ല കേട്ടോ. അത് ഞാൻ തന്നെ പൈസ കൊടുത്ത് വാങ്ങി യൂസ് ചെയ്ത പ്രൊഡക്റ്റാണ്. സോ ഫസ്റ്റ് യൂസിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഇനി കുറച്ചുകൂടെ യൂസ് ചെയ്ത ശേഷം ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ പറയുന്നതായിരിക്കും. ഇത് വെച്ചിട്ടാണ് ഇന്ന് ഞാൻ മേക്കപ്പ് ചെയ്തിരിക്കുന്നത്. സോ നന്നായിട്ടുണ്ട്. ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഫൗണ്ടേഷൻ ഇട്ട പോലെ തന്നെ തോന്നുന്നില്ല. സോ ഡെയിലി വെയറിനൊക്കെ പറ്റിയ ഫൗണ്ടേഷനാണ്. സോ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വാങ്ങാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും വാങ്ങി നോക്കൂ. എനിക്കിഷ്ടാവും. കത്രീന കൈഫിൻ്റെ ബ്രാൻഡാണ് ബ്യൂട്ടി. സോ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള വീഡിയോസ് ഇനി കാണണമെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.